രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന് സമ്പൂർണമായി കീഴ്പ്പെടുക എന്നതാണ്. ശിർക്കൊന്നും എൻ്റെ അടുത്ത് സംഭവിക്കണില്ല, പക്ഷേ അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ ഞാൻ വീഴ്ചകൾ സമ്പൂർണമായി കീഴ്പ്പെടുക. ആ സമ്പൂർണമായി കീഴ്പ്പെട്ട ജീവിതമാണ് പ്രവാചകന്മാരുടെ ജീവിതം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് സമ്പൂർണമായി വിധേയപ്പെട്ടു. ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു ന്യായങ്ങളെയും ആശ്രയിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് കരുതി സമ്പൂർണമായി വിധേയപ്പെട്ടതാണ്. മകനെ അറുക്കാൻ കൊണ്ടുപോയ കാര്യങ്ങൾ, മകനെ ബലിയറുക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുപോകുന്നുണ്ട്. അഗ്നികുണ്ഡാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വലിച്ചെറിയുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ സമ്പൂർണ്ണ വിധേയത്വം അള്ളാഹുവിനാവുക എന്നതാണ്. പടച്ച റബ്ബ് ഒരാളെ സഹായിക്കാമെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് ഖുർആനിൽ എവിടെയില്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിങ്ങളെ ഞാൻ സഹായിക്കും എന്നല്ല എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹ് സഹായിക്കും എന്ന് പറഞ്ഞത് ആരെ മാത്രമാണ്? മുഅ്മിനുകളെ മാത്രമാണ്, വിശ്വാസികളെ മാത്രമാണ്, വിശ്വാസികളെ മാത്രമാണ്. അതുകൊണ്ടാണ് അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ ഇൻ കുൻതും മുസ്ലിമീൻ എന്നില്ല. ഇല്ല, മുസ്ലിങ്ങളെ സഹായിക്കേണ്ട ബാധ്യത അള്ളാഹുവിനില്ല. മുഅ്മിനീങ്ങളെ അള്ളാഹ് സഹായിക്കും. മുഅ്മിനീങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രത അവര് സമ്പൂർണമായി അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ്. സമ്പൂർണമായി വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുഴുവൻ മേഖലകളും അള്ളാഹുവിന് കീഴ്പ്പെടുക. അതിൽ കള്ളികളും കോളങ്ങളും ഇല്ല. കുറച്ച് അള്ളാഹ്ക്ക്, കുറച്ച് ബാക്കിയുള്ളവർക്ക് എന്ന് പറയുന്ന രീതി, സമീപനമില്ല. സമ്പൂർണമായും അള്ളാഹുവിന്. രാഷ്ട്രീയക്കാരനാണെങ്കിൽ, സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ, സാമ്പത്തിക പ്രവർത്തകനാണെങ്കിൽ, ഏത് മേഖലയിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും സമ്പൂർണമായും അള്ളാഹുവിന് വിധേയപ്പെടലാണ് തൗഹീദ് എന്ന് പറയാം. തൗഹീദ് പറയാം. അപ്പൊ അതുകൾ എന്ത് ചെയ്യും? പലിശ ഇസ്ലാമിലെ ഹറാമാണ്, നിഷിദ്ധമാണ്. പലിശയുടെ ഏറ്റവും ചെറിയ അംശം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത്ര വലിയ പാപമാണ്. അള്ളാഹ് റസൂൽ യുദ്ധം പ്രഖ്യാപിച്ച പാപം. കാരണം ഒരു ഇസ്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ അല്ല പലിശാധിഷ്ഠിതം. ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ തക്കാത്താണ്. അതായത് വാങ്ങുന്നവനും കൊടുക്കുന്നവനും വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറ്റത് ഒരാൾക്ക് മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ, പലിശ ഒരാൾക്ക് മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ. അത് പാടില്ല. അതുകൊണ്ടാണ് പലിശ അതികഠിനമായി ഇസ്ലാം എന്ത് ചെയ്ത് വെറുത്തതും യുദ്ധം പ്രഖ്യാപിച്ചതും. ഈ പലിശ, ചില ആളുകൾ പലിശനോട് വളരെ സൂക്ഷ്മത പാലിക്കും. അതേസമയം രാഷ്ട്രീയ നിലപാട് എവിടെയെങ്കിലൊക്കെ പലിശയുമായി ബന്ധപ്പെട്ട അത് രാഷ്ട്രീയത്തിലല്ലേ എന്ന് പറയും. ഇത് പാടില്ല, ഇത് പാടില്ല. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ഹറാമാക്കിയോ അത് എല്ലാ മേഖലയിലും ഹറാമാണ്. ഹലാലാക്കിയ കാര്യങ്ങൾ എല്ലാ മേഖലയിലും എന്താണ്? ഹലാലാണ്. ചില ആൾക്കാർ പള്ളിയിലൊക്കെ നല്ല മുത്തക്കിയായിട്ട് നിൽക്കും. മുത്തക്കി എന്ന് പറയാൻ പറ്റില്ല ശരിക്കും. യഥാർത്ഥത്തിൽ മുത്തക്കി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുഴുവൻ ഒരാൾ അള്ളാഹുവിന് വിധേയപ്പെടുമ്പോഴേ അയാൾ എന്ത് ചെയ്യുള്ളൂ? അപ്പൊ രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ അയാളുടെ ധാർമ്മികതയും സദാചാരവും ലൂസാവും. എന്നിട്ട് അയാൾ പറയാം അത് രാഷ്ട്രീയത്തിലല്ലേ എന്ന്. ആ പരിപാടിയില്ല. ഞാൻ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന് സമ്പൂർണമായും വിധേയപ്പെടുക, സമ്പൂർണമായും വിധേയപ്പെടുക, കീഴ്പ്പെടുക എന്നത്. അതുകൊണ്ട് അള്ളാഹു വിശ്വാസികളെ വിളിച്ചിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി. വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കൂ എന്നാണ്. ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. വിശ്വാസികളെ വിളിച്ചിട്ടാണ് പറയുന്നത്, നാട്ടുകാരെ വിളിച്ചിട്ടല്ല. സമ്പൂർണമായും നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കൂ, സമ്പൂർണമായും ഇസ്ലാമിൽ അപ്പൊ വിശ്വാസികൾ സമ്പൂർണമായും പ്രവേശിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണത് പറയും. അപ്പൊ സമ്പൂർണമായും അള്ളാഹുവിന് വിധേയപ്പെടുക. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഒരു രാഷ്ട്രീയക്കാരനോ ഒരു ആത്മീയ നേതാവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി മേധാവിക്കോ സമർപ്പിക്കാതിരിക്കുക. ഏത് മേഖലയിലും പടച്ച റബ്ബിന് കീഴ്പ്പെടുക എന്നതാണ് തൗഹീദിന്റെ അടിസ്ഥാനം.